ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് ചെങ്കൽ മഹാലിംഗ ശിവക്ഷേത്രം. ഏഷ്യയിലെ തന്നെ ഒന്നാമതാണ് ഈ ശിവലിംഗത്തിന് ഉള്ളത്. ഏഷ്യയിൽ ഇതിൽ മീതെ ഒരു ശിവലിംഗ പ്രതിഷ്ഠയുള്ളതില്ല. പിന്നെ ഇത് അമ്പലമാണ് കേട്ടോ. അവിടെ 2 ആനയുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. നന്ദികേശൻ്റെ ഒരു വലിയൊരു പ്രതിമയുണ്ട്. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം ചെറിയ ചെറിയ ഷോപ്പിംഗ് നടത്താനുള്ള കടകളുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ടാണ് ഈ മഹാലിംഗ പ്രതിഷ്ഠ കാണുന്നത്. ഒരു ഹനുമാനെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൈലാസമാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ സാധിക്കും. ഫോൺ അലൗഡ് അല്ല. ഒരാൾക്ക് 200 ആണ് പേ ചെയ്യേണ്ടത്. അതിൻ്റെ ഉള്ളിൽ ശരിക്കും നല്ല രസമാണ്. നമ്മൾ കൈലാസം എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി ആണല്ലോ. ഇത് ശരിക്കും നമ്മളവിടെ എത്തിയ ഒരു പ്രതീതിയാണ് അതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ. നമുക്ക് സ്വന്തമായിട്ട് ശിവൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് പൂജ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കിട്ടും. നല്ല രസമാണത്. നമ്മൾ അത്രയും ഉയരത്തിൽ പോയി നമ്മളവിടെ എല്ലാം കണ്ട് കൈലാസത്തിലെത്തിയ ഒരു പ്രതീതിയിൽ നമുക്ക് തിരിച്ചു വരാം. അത് അങ്ങനെ കയറാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ കേട്ടോ. പുറമേ നിന്ന് കാണുന്ന ഈ ഒരു ഇതിൽ നല്ല രസമാണ് അത് കാണാനായിട്ട്. അമ്പലം ഇത് ഉമാമഹേശ്വര അമ്പലമാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയൊരു അമ്പലമാണത്. അത് ഞങ്ങളിവിടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതിട്ടാണ് ചെന്നത്. അപ്പോൾ 3 മണിയായി. 4:30ക്കാണ് അമ്പലം. വൈകുന്നേരത്തേക്ക് റീഓപ്പൺ ആവുള്ളൂ, വൈകുന്നേരത്തെ പൂജയ്ക്കായിട്ട്. അപ്പോൾ അവിടെയൊക്കെ ആ ഒരു ചുറ്റുപാടും കാണാൻ നല്ല രസമുണ്ട്. നല്ല ഇതാണ്. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. ഉമാമഹേശ്വരൻ്റെ അമ്പലമാണ്. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. നമുക്ക് അവിടേക്ക് പോയി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അവിടെ ഒരു ചെറിയൊരു കുളം പോലെ അതിലൊരു തവള ഇങ്ങനെ ഞങ്ങളെ നോക്കിയിരിക്കുന്ന കണ്ടു കേട്ടോ. കണ്ടു, നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ അകത്ത് വേറെ മീനോ എന്തൊക്കെയോ ജീവികളെ കണ്ടു. ഇത് കണ്ടോ, അതിൽ കൂടെ ജലം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വരും. ആ ഒരു കമണ്ടലു പോലത്തെ അതിൽ കൂടെ ഇങ്ങനെ, അത് നല്ല രസമായിരുന്നു. എല്ലാവരും നിറയെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാനിതുവരെ ഇവിടെ പോയിട്ടില്ല. നല്ല രസമുണ്ട്, നല്ല ഇഷ്ടമായി എനിക്ക്. ആ ശിവൻ്റെ ആ ഒരു ശൂലം അതെല്ലാം നല്ല വലിയൊരു മാതൃകയിൽ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. കണ്ടോ, ആ ഇതൊക്കെ നല്ലൊരു വൈബാണ് കേട്ടോ. അത് ശരിക്കും നല്ല ഒരു രസമാണ്. നമ്മൾ ഇതുവരെ പോയ അമ്പലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ആ കാണുന്നത് ഗണപതിയുടെ 12 ഭാവങ്ങളിലുള്ള ഗണപതി വിഗ്രഹം മാത്രമുണ്ട് കേട്ടോ. ബാലഗണപതി, ദൃഷ്ടിഗണപതി അങ്ങനെ പറഞ്ഞിട്ട്. ഇത് ഒരു നാഗത്തറയാണ്. ഇങ്ങനെ ഉണ്ടോ, ഒരു പത്തി വിതർത്തിയ നാഗത്തിൻ്റെ ഒരു പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ അമ്പലത്തിൻ്റെ തന്നെയാണ്. അത്യാവശ്യം വലിയൊരു അമ്പലമാണ് ഉമാമഹേശ്വര അമ്പലം. അവിടെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കാനായിട്ടൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് ആ പ്രതിഷ്ഠയുടെ അവിടെ നിന്നിട്ട് നല്ല നല്ല ഫോട്ടോഗ്രാഫി അവർ എടുത്തു തരും. അതിനുള്ള കുറച്ച് ആൾക്കാരവിടെ കണ്ടു. ഇതാണ് അതിൻ്റെ ചുറ്റിനുമുള്ള വ്യൂ. നല്ല രസമാണ്. എല്ലാവരും ഒന്ന് തിരുവനന്തപുരം പോകുന്നവർ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. തിരുവനന്തപുരം പോകുന്നവർ, പോയിട്ടില്ലാത്തവർ ഒന്ന് പോകൂ. നല്ല രസമാണ് കാണാനായിട്ട്. അതിൻ്റെ ഫ്രണ്ട് ഏരിയ. അത്യാവശ്യം ചെറിയ ചെറിയ ഷോപ്പിംഗ് നടത്താനുള്ളൊരു സൗകര്യമുണ്ട്. പിന്നെ ഫോറിനേഴ്സൊക്കെ അധികം കൂടുതൽ അവിടെ കണ്ടു കേട്ടോ. കുറേ പേര് വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടു. കുറേ ഫോറിനേഴ്സ് വരുന്നുണ്ട്. നല്ല രസമല്ലേ. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേര് വരുന്നുണ്ട്. എല്ലാവർക്കും ഇതിലുള്ള കൈലാസത്തിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു.